അങ്ങനെ പറയണ്ടായിരുന്നു, പുറത്തേക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു നല്ല രീതിയിൽ ജീവിക്കാമായിരുന്നു എന്നുള്ള രീതിയിൽ എനിക്കത് എപ്പോ തോന്നി അറിയോ, മനുഷ്യട്ട ഇല്ലാതായപ്പോ എനിക്ക് തോന്നി. അവിടെ പിന്നെ ടാങ്ക് കഴുകിയിട്ടൊക്കെ ചെളിയുണ്ട്, അതിൽ സ്ലിപ്പായാണ് വീണേക്കുന്നത്. വെളി പോയിക്കുന്ന ഒരു കാര്യം എൻ്റെയാണ്, ഞാൻ ചെയ്തു എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെയുള്ള പോലീസുകാരും അല്ലെ അന്വേഷിക്കാൻ വന്ന മറ്റുള്ള എന്താ പറയുക ഫോറൻസിക്കാരും അങ്ങനെയുള്ള ആൾക്കാരെല്ലാം പുറത്തു ആരും ഇല്ല എൻ്റെ കൂടെ. എത്രയും പേര് കൂട്ടത്തിൽ നിൽപ്പുണ്ടെങ്കിൽ ഒരു മനുഷ്യർ പോലും ആംബുലൻസിൽ കയറാൻ വേണ്ടി ഇല്ലായിരുന്നു. ഒരു ചേട്ടൻ വീണ് കഴിഞ്ഞ് 15 മിനിറ്റിന് ശേഷമാണ് ആംബുലൻസ് പോലും വരുന്നത്. അത് നമുക്കൊരു ഭയങ്കര ഇതാണ്. എന്ന് പറഞ്ഞാൽ ഗേ ഫ്രണ്ട്സ് ഇല്ലെന്നല്ല പറഞ്ഞത്, ഉണ്ടെങ്കിലും ഞാൻ അത്രയും കംഫർട്ടായുള്ള ഇതിൽ നിർത്തുന്ന ആൾക്കാരെ മാത്രം ഫോണിൽ കൂടെ ഉള്ള ഒരു ബന്ധം ഇപ്പോഴും ആ ഓർമ്മകളായിട്ട് ജീവിക്കുമ്പോൾ ഭയങ്കര ഭാരം തോന്നുന്നുണ്ട്. പുള്ളി എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്, അതെനിക്കൊരു വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസത്തിന് പുറത്താണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ആൾക്കാരെന്താ പറയുന്നത്, നീ അവൻ തള്ളിയിട്ട് കൊന്നില്ലേ തള്ളി. പോപ്പിൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ പ്രിയപ്പെട്ട ജെവിൻ ചേട്ടനാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. സുഖായിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാ ആളുകൾ എടുക്കുക എന്നുള്ളത് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ ഇരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു, അങ്ങനെ തന്നെ പറയാം. അല്ലെങ്കിൽ ആൾക്കാർ നമുക്ക് എന്ത് വെച്ചാലും നമുക്ക് കുഴപ്പമില്ല, ഞാൻ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. ആൾക്കാർക്ക് പൊതുവെ ഞാൻ സുഖമല്ലാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും ആൾക്കാർക്ക്. കരഞ്ഞോണ്ടിരിക്കണം എന്നുള്ളത് അതാണ് പൊതുവെ ആൾക്കാരുടെ ഒരു മരിച്ചു മീൻസ് നമ്മുടെ ഒരു പാർട്ണർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ നെയ്മ് പോലെ തന്നെയാണ്, മറ്റേ സതിയൊക്കെ പോലെ. ഇപ്പോഴും നമ്മൾ സാഡ് സംഭവമായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള ആൾക്കാർ, എല്ലാ ആൾക്കാർക്കും ബേസിക്കലി. കേരളത്തിലെ മൂന്നാമത്തെ ഗേ കപ്പിളാണ് മനുചേട്ടനും ജെബിൻ ചേട്ടനും, അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ ഇവരെ കണ്ടിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2 വർഷം ആയി. ഞാൻ ലാസ്റ്റ് കാണുന്ന ദിവസം എനിക്ക് ഇന്നും മറക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ആ ദിവസം എനിക്ക് ആ ഒരു ഇപ്പോഴും അത് കിടക്കും, ഇപ്പോഴും അത് കിടക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഫോട്ടോ ഇരിപ്പുണ്ട്. അത് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഇവരുടെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ ഇന്റർവ്യൂ എടുത്തു, രാത്രി ആവുമ്പോഴേക്കും മനുചേട്ടൻ നമ്മളെ വിട്ടു പോയി എന്നുള്ളത് അന്നാണ് ആ സംഭവം നടക്കുന്നത്. ഞാൻ പിറ്റേ ദിവസമാണ് ഞാൻ അറിയുന്നത്. എനിക്കത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. അതായത് അത്ര കൂട്ടായിട്ട് എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് നമ്മള് ഫോട്ടോ ആൾക്കാരാണ്. എനിക്ക് ഏറ്റവും വിഷമം എന്താണെന്നറിയോ, അന്ന് 3 മണിയായപ്പോഴേക്കും, അതായത് ഒരു രാവിലെ നമ്മള് ഷൂട്ടൊക്കെ ചെയ്ത് പോയി. അപ്പൊ അന്ന് എടുത്ത ഫോട്ടോസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ വേറൊരു ഷൂട്ടിൽ നിൽക്കാണ്. അപ്പോ മനുചേട്ടൻ എനിക്ക് മെസ്സേജ് അയച്ചു, എടാ ഫോട്ടോ ഒന്ന് എനിക്ക് അയച്ചു തന്നെ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. ഞാൻ അയച്ചു കൊടുത്തു. 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അല്ലല്ല വെളുപ്പിനല്ല ഞാൻ പറഞ്ഞത്, ഈവനിങ് 3 മണിയൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ അടുത്ത് പറഞ്ഞടാ ഫോട്ടോസ് അയച്ചു തന്നെ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും ഇവരുടെ ചേട്ടാ ഞാൻ അയച്ചുതരാം, ഇതൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ അയച്ചുതരാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വിട്ടുപോയി ആ ഫോട്ടോ. അത് തമ്പുരാൻ്റെ ഒരു നിശ്ചയമുണ്ട്, ആ നിശ്ചയത്തിൽ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. നമ്മൾ അവിടെ നിന്ന് നമുക്ക് ജനിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു സംഭവം എഴുതിയിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. കാര്യം നമുക്കല്ലാതെ നമുക്ക് പറ്റത്തില്ല മുമ്പോട്ട് പോകാൻ വേണ്ടി. പുള്ളി എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്, അതെനിക്കൊരു വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ആൾക്കാരെന്തും പറഞ്ഞോട്ടെ, അത്രേ ഉള്ളൂ. ഇതിപ്പോ ആളുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പിന്നെയും ഒന്ന് ആക്റ്റീവായിട്ട് വരുന്നത് ചേട്ടൻ്റെ ഒരു സർവൈവലിന്റെ ഭാഗമായിട്ടാണ്. അതായത് അത്രയും നാള് ഭയങ്കര ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന 2 പേരും അതിനുശേഷം ഒരാൾ നമ്മൾ വിട്ട് പോയി കഴിഞ്ഞിട്ട് ആ കുറച്ച് നാളൊരു ട്രോമയിൽ നിന്നിട്ട് പിന്നെ ഒന്ന് ബാക്ക് ടു ലൈഫ് പിടിക്കാൻ പെടുന്നൊരു പാട്. ആ പാട് എനിക്ക് തോന്നുന്നത് ആളുകൾ വിചാരിക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നും. പക്ഷെ എനിക്കത് മനസ്സിലാവും. എന്താണ് ആ ഒരു നമ്മൾ ഈ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു പാടിൻ്റെ അകത്ത് നമ്മളൊന്ന് ആക്റ്റീവായി നിന്ന് കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കുന്നത് ഇപ്പം അവനൊരു കുഴപ്പമില്ല എന്നുള്ളതാണ്. അതായത് ഗേ കപ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്കൊരു അവരൊരു പോലെയാണ് അവരെല്ലാരും ഇപ്പോഴും ചിത്രീകരിച്ച് വെച്ചേക്കുന്നത്. പക്ഷെ അങ്ങനല്ല, ആ കാലഘട്ടമൊക്കെ മാറിപ്പോയി. ഓൾറെഡി നമുക്കൊരു എന്താ പറയണ്ടേ, മീൻസ് അമേരിക്കയിൽ കഴിഞ്ഞ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കല്യാണം കഴിഞ്ഞ 2 കപ്പിൾസിനെ അറിയില്ല. അവർക്ക് വെച്ച് നോക്കുമ്പോൾ അവർക്ക് എന്ത് ഭയങ്കര ഇതൊക്കെ നാച്ചുറൽ ആണ്. അവിടെ ഉള്ള ഹ്യൂമൻ ബീൻസ് തന്നെയല്ലേ, അല്ലാതെ റോബോട്ടിക് മനുഷ്യരാണോ? ഒരിക്കലും അല്ല. ഇതെല്ലാം സാധാരണ ഒരു സംഭവമാണ്. പിന്നെ ബേസിക്കലി മതഭ്രാന്തന്മാരല്ലേ, അവർക്കാണ് ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ലാത്ത രീതി നിൽക്കുന്നത്. അവർ നമ്മളിങ്ങനെ ഇങ്ങനെ ഇട്ട് നമ്മളിങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും ഇപ്പം നമ്മൾ മൈൻഡാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജനാധിപത്യമായിട്ടുള്ള ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. അതിനുള്ള എല്ലാ അവകാശങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മളിങ്ങനെ ഒരു കല്യാണം നടന്നതും അല്ലെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തതും.
അല്ല നമ്മൾ ചുമ്മാ ഓടിപ്പിടിച്ച് നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്തേക്കുന്ന ഒരു സംഭവം. കല്യാണം കഴിക്കുന്ന ആദ്യത്തെ കപ്പിളല്ലേ? അതായത് ഓപ്പൺ മാരേജ് ചെയ്തേക്കുന്ന ഒരു കപ്പിൾസ് നമ്മളാണ് എല്ലാവരും. സോനു ചേട്ടൻ ചെയ്തു, സോനു നികേഷ് ചേട്ടൻ ചെയ്തു. പക്ഷെ അവർക്കായാലും അവർക്കൊന്നും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലായിരുന്നല്ലോ ആ ടൈമിൽ. അപ്പൊ പിന്നെ നിവിൻ ആൻഡ് റഹീം അവർ ചെയ്തു. ഇപ്പൊ അവരില്ലല്ലോ, അവർ ഓൾറെഡി ഇതായി പോയി. അപ്പം പിന്നെ ഇപ്പൊ നമ്മളിപ്പൊ നിലവിൽ സത്യം 2 കപ്പിൾസേ ഉള്ളൂ. അതില് എന്റെ മനുഷ്യട്ടൻ മരിച്ചുപോയി, എന്നാലും നമ്മളിപ്പോ സ്റ്റിൽ ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോഴും ആ ഓർമ്മകളായിട്ട് ജീവിക്കുമ്പോ ഭയങ്കര ഭാരം തോന്നാറുണ്ടല്ലേ? ഭാരമൊന്നുമില്ല എനിക്ക്, എന്നെ ഭാരമായിട്ടൊന്നും തോന്നുന്നില്ല. കാര്യം വെച്ചാല് നല്ല നല്ല കുറെ മൂമെന്റ്സ് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ജീവിതത്തിലൂടെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് മേ ബി ഐ എം വെരി ഹാപ്പി. എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്കിപ്പോഴും നമ്മൾ എന്തിനും ഒരു സമയത്തിന് പോയാലും വന്നാലും ചിലപ്പോൾ ഇവിടുത്തെ ഉള്ള CCTV അപ്പാർട്ട്മെന്റ് CCTV കണ്ടാലേ അറിയുള്ളൂ, ചേട്ടാ ഞാൻ പോയിട്ട് വരാട്ടോ, ഞാൻ താഴെ പോയി ടാറ്റ കൊടുത്തിട്ടൊക്കെ പോകുന്നത്, തിരിച്ചു വരുമ്പോൾ കയറി പോകട്ടോ. ഞാൻ ഇവിടെ വന്നാൽ ഇപ്പൊ ബെഡ്റൂം അവിടെ കണ്ടില്ലേ, അപ്പൊ അവിടെ ഞാൻ കിടക്കുന്ന ഇതിൽ എന്റെ ചേട്ടൻ്റെ എല്ലാ ഫോട്ടോസും ഉണ്ട്, ഞങ്ങളുടെ നല്ല നല്ല മൂവ്മെന്റ്സ് ഉണ്ട്, കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു കാര്യമാണ്. അപ്പൊ എനിക്ക് ചേട്ടാ എന്നെ വിട്ടു പോകേണ്ടത്, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഒരു കമന്റിന്റെ കാര്യം, ആൾക്കാരൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞേക്കും ചേട്ടാ ഇവിടെ അല്ല ഓൾറെഡി വെളിയിലാണ്, അപ്പോൾ വിസ വരുമ്പോൾ ഞാനും പോകും. എനിക്ക് ആ ഒരു സന്തോഷത്തുള്ളൂ. ഞാൻ അതിലെ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്റെ കൂടുതൽ എന്റെ അനിയനുണ്ട്, എന്റെ ഫാമിലി ഫുൾ സപ്പോർട്ടീവ് ആയിട്ടുണ്ട്, എന്റെ കൂട്ടുകാരുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ഈ അപ്പാർട്ട്മെന്റിലുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ കൂടുതലുണ്ട്. പിന്നെ നമ്മളറിയാവുന്ന കുറെ പേര് നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. പിന്നെ എനിക്കത് മതി. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇവിടെ വന്നപ്പോൾ തന്നെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ എങ്ങനെ സഹകരിക്കുന്നത് എന്നുള്ളത്. ഇത് മതിയില്ല, നമുക്ക് വേറെ ഒന്നും വേണ്ട. ബാക്കിയുള്ളവരെ പറയട്ടെ, നമുക്ക് ഈ 100 കുടത്തിന്റെ വാ നമുക്ക് അടച്ചു വെക്കാം, പക്ഷെ മനുഷ്യരുടെ വാ നമുക്ക് അടയ്ക്കാൻ പറ്റത്തില്ല. അതിപ്പോ എല്ലായിടത്തും ഉണ്ട്. ഹെറ്ററോസെക്ഷൽ ആൾക്കാരുടെ അടുത്തുണ്ട്, ഹോമോസെക്ഷൽ ആൾക്കാരുടെ അടുത്തുണ്ട്. പിന്നെ ഈ ന്യൂനപക്ഷമായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സംഭവം വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ ബുള്ളി ചെയ്യും ആൾക്കാര്. അന്ന് ശരിക്കും പറഞ്ഞ എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? കാരണം ഇത് പുറത്തേക്ക് വരുമ്പോ അതായത് ഇങ്ങനെയാണെന്ന് സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് സമയം ഈ സംഭവം ആളുകൾ അറിയാതെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ട് സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കാണ് നെഗറ്റീവ് ഉണ്ടായത്. അതായത് ജെബിൻ ചേട്ടൻ തള്ളിയിട്ട് കൊന്നു എന്നുള്ളതാണ് പുറത്തേക്ക് വന്നത്. ഈ ഞാൻ ഉൾപ്പെടെ ഒരുപാട് സൈഡിൽ നിന്ന് ഞാൻ ഈ സാധനം കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്കിത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് വിളിക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇങ്ങനത്തെ ഒരു കാര്യം എന്റെ കയ്യിൽ കിടക്കുന്ന രാവിലെ കണ്ട് പിന്നെ രാത്രി ആവുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂ പോലും വേണ്ടാന്ന് പറഞ്ഞ സമയമുണ്ട്, മനസ്സിലായോ? അതെ. പക്ഷെ ഞാനതൊക്കെ അറിഞ്ഞ് പിന്നീടാണ് കേട്ടോ, ഞാൻ നമ്മൾ വിളിച്ച് സംസാരിച്ചതിന് ശേഷമല്ലേ പിന്നീടാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അഞ്ച് ദിവസം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ എല്ലാ ഇന്റർവ്യൂസിനകത്തും പറഞ്ഞു നൈറ്റാണ് സംഭവം നടന്നേക്കുന്നത്. ചേട്ടായി എന്തോ വേസ്റ്റ്, എന്തിനാ വെളിയിൽ പോയതെന്ന് എനിക്ക് അറിയത്തില്ല. നിലവിൽ പോയപ്പോൾ തന്നെ കീ ഓൾറെഡി പൂട്ടിയിട്ടാണ് പോയേക്കുന്നത്. അത് നമ്മുടെ ഒരു ഗുണം. ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ചെയ്തെന്നുള്ള കാര്യം ഉറപ്പായിട്ട് അങ്ങനെ തന്നെ വരുള്ളായിരുന്നു. നമുക്ക് 2 പൂച്ചക്കുഞ്ഞുള്ള കാരണം ഞങ്ങൾ ആര് വെളി ഇറങ്ങി പോയാലും തന്നെയായിരുന്നു ചെയ്യുന്നത്. എന്നാൽ അവിടെ ടാങ്ക് കഴുകിയിട്ടൊക്കെ ചെളിയുണ്ട്, അതിൽ സ്ലിപ്പായാണ് വീണേക്കുന്നത്. അല്ല നമ്മളാരും മനഃപൂർവ്വം തള്ളിയിട്ട് കൊന്നേക്കുന്നതല്ല. ചേട്ടാ വീണപ്പോൾ പോലും മരിച്ചിട്ടില്ല. അപ്പോൾ ഇതുള്ള കുറേ കാര്യങ്ങൾ വീണപ്പോൾ തന്നെ മരിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അലിഗേഷനാണ് ഉണ്ടായത്. ദെൻ അത് ഇവിടുന്ന് ഞാൻ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പോൾ എന്നെ ഇവിടുന്ന് തൊട്ട് താഴെ അപ്പാർട്ട്മെന്റിലുള്ള സവാര അവരെ ടീംസ് വന്നിട്ടാണ് വിളിക്കുന്നത്. ചാക്കോച്ചി എന്നെ ഡോർ നോക്ക് ചെയ്തിട്ട് ചേട്ടായി മനുഷ്യരുടെ വീണ് കിടക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് താഴെ ചെല്ലുന്നു. താഴെ ചെല്ലുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ മനുഷ്യരെ ഇങ്ങനെ ഷിവർ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. എന്നുവെച്ചാൽ പുള്ളിയുടെ ഇതുവഴി ചോര വരുന്നുണ്ട്, ചെറുതായിട്ടേ ഉള്ളൂ, താടി പൊട്ടിയ ചോര വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ ആംബുലൻസ് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ചിരിക്കാത്തോട് ചോര വരുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഒന്നാമത്തെ കാരണം വെച്ചാൽ നമ്മൾ അത്രയും ടെൻഷൻ അടിച്ച് ആരും ഇല്ല എൻ്റെ കൂടെ. എത്രയും പേര് കൂട്ടത്തിൽ നിൽപ്പുണ്ടെങ്കിൽ ഒരു മനുഷ്യർ പോലും ആംബുലൻസിൽ കയറാൻ വേണ്ടി ഇല്ലായിരുന്നു. ഒരു ചേട്ടൻ വീണ് കഴിഞ്ഞ് 15 മിനിറ്റിന് ശേഷമാണ് ആംബുലൻസ് പോലും വരുന്നത്. അല്ല 10 മിനിറ്റിന് ശേഷമാണ് നമ്മുടെ കടയിലെ ഷെമീറണച്ചി വന്നിട്ടാണ് ആംബുലൻസ് വിളിക്കുന്നത്. ഓൾറെഡി ടൈം പോയി, എന്നാൽ പിന്നെ ഒരു മനുഷ്യർ പോലും എടുത്തിട്ട് പോയിട്ടുമില്ല. അതാണ് ഏറ്റവും വലിയ സംഭവം. ചേട്ടനെ എനിക്ക് ടൈം പോയതാണ് മനുഷ്യട്ടായി മരിക്കാൻ വേണ്ടി ഏറ്റവും വലിയൊരു കാരണം. പിന്നെ നമ്മുടെ കയ്യിലെ സാമ്പത്തിക അവസ്ഥ, കാര്യങ്ങൾ ഇതെല്ലാം വെച്ച് നോക്കിയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ കുറച്ച് നാളും കൂടെ ചേട്ടാ എൻ്റെ അടുത്ത് ജീവിച്ചേനായിരുന്നു. പിന്നെ എന്താ പറയുക, ആ ഒരു ദിവസങ്ങൾ കടന്നുപോയത് ഭയങ്കര ഒരു വേറൊരു അവസ്ഥയിൽ കൂടെ. കാര്യം ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന അവസ്ഥ എന്താണെന്നുള്ള കാര്യം നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയുള്ളൂ. വെളി നിൽക്കുന്ന ആൾക്കാർക്ക് അവിടെ എന്താ സംഭവിക്കുന്നുള്ള കാര്യം അറിയില്ല. അന്ന് അവിടെ വന്നതും വീട്ടുകാർ വന്ന മനുഷ്യൻ്റെ വീട്ടുകാർ വന്നായാലും അപ്പോൾ അവിടെ എന്താണ് ഉണ്ടായെന്നുള്ള കാര്യം വെളി ആർക്കും അറിയില്ല. പിന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഓപ്പണായിട്ട് വെളി പറയാനും പറ്റത്തില്ല. ബിക്കോസ് അന്ന് അവിടെ ഉണ്ടായിരിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അത് നമ്മുടെ പേഴ്സണലാണ്, ഫാമിലി പരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിലേക്ക് എനിക്ക് ആരെയും വലിച്ചിടാൻ വേണ്ടി താല്പര്യമില്ല. പിന്നെ ഒരു പേയ്മെൻറ്റ് ഇഷ്യൂസ് വന്നു. പേയ്മെൻറ്റ് ഇഷ്യൂസ് വന്നപ്പോൾ തന്നെ ഓൾറെഡി ആ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു, എല്ലാ ആൾക്കാർക്കും അറിയാം. ഹോസ്പിറ്റലിൽ ആയ്മ പറഞ്ഞത് അവർക്ക് പേയ്മെൻറ്റ് വേണമെന്നായിരുന്നു പറഞ്ഞത്. പിന്നീട് അവർ കോടതി ചെന്നപ്പോൾ തന്നെ ഓൾറെഡി പറഞ്ഞു പേയ്മെൻറ്റ് വേണമെന്ന്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം അവിടെ ഉണ്ടായത്. അച്ഛൻ്റെ ബോഡി വീട്ടുകാർ കൊണ്ടുപോയിക്കോളാം, പേയ്മെൻറ്റ് നമ്മൾ അടയ്ക്കണം. അപ്പോൾ ഈ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാനത് വെളി പറയണില്ല. അത് വെളി പറഞ്ഞാൽ മോശമായിട്ടല്ല കേട്ടോ പറയത്തില്ലാതെ. അവിടെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ലാസ്റ്റ് അവർ പേയ്മെൻറ്റും മേടിച്ചു. അവർ വെളി പറഞ്ഞത് ഞങ്ങൾക്ക് പേയ്മെൻറ്റ് വേണ്ട എന്നായിരുന്നു ഞങ്ങൾ അവിടെ പറഞ്ഞത്.
ഓൾറെഡി പിന്നീട് ഞാൻ അറിയുന്ന പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് ആ പേയ്മെന്റ് അടച്ചത്, അതിന്റെ ആവശ്യമില്ല, കോടതി പറഞ്ഞിട്ടില്ലായിരുന്നു കൊടുക്കണ്ട എന്നുള്ള കാര്യം അവരും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. കാരണം നമ്മുടെ കയ്യിലല്ലായിരുന്നു ആ സംഭവം കൊണ്ടുവരുന്നത്. ഞാൻ ആ ഒരു മാനസികാവസ്ഥ നിൽക്കുമ്പോൾ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് മനുഷ്യന്റെ ഏറ്റവും അവസാനമായിട്ട് എനിക്കൊന്ന് ഞാൻ ബോഡി പോലും ആയിട്ട് കാണുന്നത് വെച്ചാൽ ജസ്റ്റ് ആംബുലൻസിൽ വന്ന് കണ്ടു. കാരണം ഒന്നാമത്തെ കാര്യം നമുക്കൊരു പ്രൈവസി കിട്ടിയിട്ടില്ല. ഫുള്ള് ആൾക്കാരായിരുന്നു. എന്താ ഈ ന്യൂസ് ചാനൽസ് ആയാലും അവരായാലും ഇവരായാലും നമ്മുടെ പുറകെ ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു സമയമാണ്, മനസ്സിലായോ? പിന്നെ മനുഷ്യന്റെ ആ വീണ് കിടക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും വെളിയിലെങ്കിലും ആൾക്കാരെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇപ്പം അറിയിക്കണം. മേ ബി എനിക്ക് തോന്നുന്ന ചിലപ്പോൾ മനുഷ്യരുടെ രക്ഷപ്പെട്ടു പോവായിരിക്കും എന്ന് ഓർത്തിട്ടായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ അതിൽ ആ ഒരു കാര്യം കൊണ്ടാണ് ബേസിക്കലി എനിക്ക് നെഗറ്റീവ് ഫുൾ ഉണ്ടായത്. അതായത് മനുഷ്യരുടെ വീണ സമയത്ത് ഞാൻ എല്ലാവരും പറഞ്ഞു ഇതൊന്ന് ആരെങ്കിലും ഒക്കെ പറ. കാര്യം ഈ ചെറുതായിട്ടുള്ള ന്യൂസാണ് വെളി വന്നുകൊണ്ടിരിക്കുന്നത്. ഗേ ദമ്പതികളിൽ ഒരാൾ അപ്പാർട്ട്മെന്റിൽ നിന്ന് വീണു, മരിച്ചിട്ടൊന്നുമില്ല, ഹോസ്പിറ്റലിൽ കിടക്കുന്നു എന്നുള്ള സംഭവം അറിയുമ്പോൾ എല്ലാ ആൾക്കാരും ഓട്ടോമാറ്റിക് ഉദ്ദേശിക്കുന്നത് എന്താ, വെളി പോയിക്കുന്ന ഒരു കാര്യം എൻ്റെയാണ്, ഞാൻ ചെയ്തു എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെയുള്ള പോലീസുകാരും അല്ലെ അന്വേഷിക്കാൻ വന്ന മറ്റുള്ള എന്താ പറയുക ഫോറൻസിക്കാരും അങ്ങനെയുള്ള ആൾക്കാരെല്ലാം പൊട്ടന്മാരാണോ? അല്ല, എനിക്കറിയില്ല. ഞാൻ ഇന്ന് ഇവിടെ ഈ 2 വർഷമായിട്ട് ഞാനിവിടെ വെളിയിലാണുള്ളത്. അല്ല, എനിക്ക് ഒരു പ്രാവശ്യം ഇതിൻ്റെ പേരിൽ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട വന്നിട്ടില്ല. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് മനസ്സിലാക്കാനുള്ളൊരു വിവരം ഇനിയെങ്കിലും നമ്മുടെ പൊതുസമൂഹം കാണിക്കണം. കാരണം ഇങ്ങനെ സൈബർ ബുള്ളിങ് ചെയ്യുമ്പോൾ പിന്നെ ഇപ്പം എനിക്ക് പ്രശ്നമില്ല കേട്ടോ, നമ്മളിപ്പോൾ ഒരു സൈഡിൽ കൂടെ കേട്ടി ഇപ്പുറ സൈഡിൽ കൂടെ കളയാം, അത്രേ ഉള്ളൂ. ഞാനിപ്പോ കമന്റ് വായിക്കാതെ നിൽക്കുന്നില്ല. ഇപ്പൊ ആളുകൾ ഇത് പുറത്തേക്ക് പറഞ്ഞില്ല എന്ന് ജെമിൻ ചേട്ടൻ പറഞ്ഞല്ലോ, അതിനുള്ളൊരു സാധ്യത എന്താന്ന് വെച്ചാൽ ഇതായിരിക്കാം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഗേ കപ്പിൾ അല്ലെങ്കിൽ ലെസ്ബിയൻസ് എന്ന് പറയുമ്പോഴേക്കും ആളുകൾക്ക് ഓൾറെഡി ഒരു മുഖം ചുളിപ്പ് ഉള്ളതാണ്. ഇപ്പൊ ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഇടയ്ക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ നടക്കുന്നതും അതും ഇതൊക്കെ അതിനകത്തൊരു ഒരു ചാൻസ് ഉള്ള കാര്യം. അപ്പൊ ഇത് പുറത്തേക്ക് വന്നിട്ടുണ്ടാവും, മേ ബി ഇങ്ങനെയായിരിക്കും, ഗേ കപ്പിളാണ്, അപ്പൊ അവരിനകത്ത് വേറൊരാൾക്ക് വേറൊരു റിലേഷൻഷിപ്പ് കാണും. അല്ലല്ല, ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൽ വരുന്ന വേറെ സംഭവം എന്ന് വെച്ചാല് ഇപ്പൊ ജെമിന് വേറെ റിലേഷൻ ഉണ്ട്, ജെമിന് വേറെ സംഭവമായിട്ടാണ് നടക്കുന്നത്, അങ്ങനെയൊക്കെയാണ് പറയണേ. രാവിലെ എങ്ങനെയായിരുന്നു എന്നുള്ളത് എനിക്ക് ഞാൻ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ എനിക്ക് എന്തെങ്കിലും ഒരു റിലേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു ആൾക്കാരുടെ എന്തൊരു അലിഗേഷനോ എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ചെയ്യാം, ഉറപ്പായിട്ടും ചെയ്യാം. ബിക്കോസ് ഞാൻ ഇപ്പൊ സ്റ്റിൽ ഞാൻ എങ്ങനെയാണ് ജീവിച്ചു പോകുന്നത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അത് എനിക്കും എന്റെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ എന്റെ ചുറ്റിപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം അറിയാം. അല്ലെ, അന്നത്തെ ദിവസം തന്നെ നമ്മൾ ഇവിടുന്ന് രാവിലെ പോകുന്നു, കാറിൽ പോകുന്നു, നമ്മൾ അടിച്ചു പൊടിച്ച് പോയിട്ട് തൃക്കക്കര അമ്പലത്തിന്റെ അവിടെ നിന്നിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, ഓർമ്മയുണ്ടോ? എന്ത് സന്തോഷത്തോടെ നമ്മൾ പോയിട്ട് വന്നത്. നമ്മൾ അപ്പാർട്ട്മെന്റ് വെച്ച് എടുക്കാന്ന് പറഞ്ഞിട്ട് വേണ്ട നമുക്ക് പിന്നെ വേറൊരു ദിവസം ആക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോകുന്നത്. ഞങ്ങൾ അത്ര സന്തോഷത്തോടെ ഞങ്ങൾ ചിക്കൻ മേടിച്ച് ഞാൻ കൊണ്ട് കൊടുത്തിട്ട് ചേട്ടാ എനിക്ക് തീരെ വയ്യ ചേട്ടാ, ഞാൻ കിടക്കട്ടെ ചേട്ടാ, അല്ലെങ്കിൽ ഞാൻ പോകും ചേട്ടാ, ഇത് തീർത്ത് ചേട്ടാ എന്നൊക്കെ പറഞ്ഞാൽ പോയി കിടന്ന് ഉറങ്ങിയതാ. പിന്നീട് നമ്മൾ അറിയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര വേറെ സംഭവം. എനിക്ക് പിന്നെ ആ ഒരാഴ്ച ഞാൻ അനുഭവിച്ച എന്നാന്ന് എനിക്ക് അറിയുള്ളൂ. കുറ്റപ്പെടുത്തലുകള് അതൊന്നും പോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. എന്റെ തലേദിവസം വരെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ എന്നെ വിട്ട് പോകുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരു രോഗം വന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പെട്ടെന്ന്. അതങ്ങനെ ആണെന്നുള്ളൊരു കാര്യം. അല്ല, ഇപ്പൊ എന്താ പറയണ്ടേ, ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും വണ്ടിയെ പോവാണ്, അപ്പൊ ആ സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായാലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് പക്ഷെ അങ്ങനൊന്നും അല്ല. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ ട്രോമ വേറൊരു ലെവലിലേക്ക് ആയിപ്പോയി. പക്ഷെ ഡിനുബ്രോ ഒക്കെ ഉള്ളവരെ ഫ്യൂച്ചറൈസിൽ പോയതും അതുപോലെ തന്നെ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ കുറേയൊക്കെ മാറിപ്പോയത്. പിന്നെ അത് മാത്രമല്ല, അത് ഈ ഒരു ശരണമാണ്. അതിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, എനിക്കിപ്പോ നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും ഒന്നും എനിക്ക് പ്രശ്നമില്ല. എന്നെ ഇത്രയും മാറ്റിയത് ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ സ്റ്റിൽ ഇപ്പൊ നിൽക്കത്തില്ല. ഉറപ്പായിട്ട് എപ്പോഴും സൂയിസൈഡ് ചെയ്യാൻ സമയം കഴിഞ്ഞെന്ന് അറിയാം, ഉറപ്പായിട്ടും. അതെ, പിന്നെ കുറേ പേരുടെ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു, കുറേ പേര് വിളിച്ച് സംസാരിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. പിന്നെ ബേസിക്കലി ഒരു കാര്യമുണ്ട്, ഞാൻ എപ്പോഴും ഫോണിട്ട് സംസാരിക്കുന്നില്ല. ഇപ്പൊ ചിത്ര തന്നെ ആയാലും എന്നെ വിളിച്ചിട്ട് ഞാൻ കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വിളിക്കണം. എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫുൾ ടൈം ഇതിനകത്ത് ഇരിക്കുന്ന ഒരാളല്ല. അങ്ങനെ കുറെ പ്രശ്നമുണ്ട്. ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ നമ്മുടെ നമ്പർ ചോദിക്കും. നമ്പർ കൊടുക്കത്തില്ലാത്തതിന്റെ റീസൺ എന്താണെന്ന് അറിയാം, എനിക്ക് വിളിച്ച് സംസാരിക്കുന്നതിനോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനോ താല്പര്യമുള്ള ഒരാളല്ല. അത് എന്തെങ്കിലും ഒരു ആൾക്കാർ മനസ്സിലാക്കണം, ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല, ഫുൾ ടൈം ഞാൻ ഇതിൻ്റെ ഇല്ല. അപ്പോൾ അല്ലാതെ എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. എനിക്ക് എപ്പോഴും ഞാൻ എല്ലാ ആൾക്കാരും സഹകരിക്കും, എല്ലാവരും മിണ്ടും. അത് കോട്ടയം സ്റ്റൈലില്ല, നമ്മുടെ നാട്ടുകാരുടെ ഒരു പ്രശ്നമാണ് സംസാരിക്കുക. പക്ഷെ എനിക്ക് ഫോണിനോട് വലിയ അഡിറ്റേഷനോ അല്ല അങ്ങനെ ഒരു സംഭവമില്ല. അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കിക്കുക, അത്രേ ഉള്ളൂ. ആളുകൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണെങ്കിലും വീട്ടുകാര്, അതായത് ഇപ്പൊ മനുഷ്യേട്ടന്റെ വീട്ടുകാരായിക്കോട്ടെ ജെമിനേട്ടന്റെ വീട്ടുകാരായിക്കോട്ടെ, ഇവരുടെ ഒരു സഹകരണവും കാര്യങ്ങളൊക്കെ മനുഷ്യന്റെ കസിൻസ് കുറച്ച് പേരുണ്ട്, അവരൊക്കെയായിട്ട് ഞാൻ ഇപ്പോഴും നല്ല സഹകരണത്തിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ വീട്ടുകാർ പണ്ടേ ഞങ്ങളായിട്ട് നല്ല ഇതായിരുന്നു, നമുക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് മാറിപ്പോയി. കാരണം അതും തമ്പുരാന്റെ ഒരു കൃപയാണ്. ഞാൻ ഇവിടുന്ന് നമ്മളൊരു 3-4 മാസമായപ്പോൾ തന്നെ ഇവിടുന്ന് പോയി. ബിക്കോസ് എന്നോട് പറഞ്ഞു നീ പോയി ഫ്രഷ് ആയിട്ട് വീണ്ടും തിരിച്ചു വരാൻ. ഇപ്പൊ കണ്ടില്ല, അപ്പാർട്ട്മെന്റിൽ വീണ്ടും വന്നു. എനിക്ക് എന്റെ വീട്ടിലേക്ക് എത്തിയ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഇവിടെ വരുമ്പോൾ. കാരണം ഞാൻ എന്റെ മനുഷ്യരുടെയും ജീവിതം തുടങ്ങിയത് ഇവിടെ വെച്ചിട്ടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കുഞ്ഞൊരു ഇൻഡക്ഷൻ കുക്കർ, അതുപോലെ തന്നെ
ഒരു ചെറിയൊരു പാത്രം, പിന്നെ അതിൽ വെക്കാൻ വേണ്ടി ചായ തിളപ്പിക്കാനുള്ളൊരു സംഭവം. അങ്ങനെ നമുക്ക് ഒന്നുമില്ല, ജസ്റ്റ് ഞങ്ങൾ പായ അതുപോലെ മറ്റേ ബെഡില്ലേ, നമ്മുടെ ഹോസ്റ്റൽ ബെഡില്ലേ, ആ സംഭവത്തിലൊക്കെ കിടന്ന് നമ്മൾ ആയത് ആൾക്കാരാണ്. നമുക്ക് ഇങ്ങനെ ഒന്നും ഒരു സംഭവം ഇല്ലായിരുന്നു. ഇവിടെ നമ്മുടെ ദൈവം ഇത്ര ഉയർത്തിയത് തമ്പുരാൻ്റെ വലിയൊരു കാര്യമാണ്. ഞങ്ങൾക്ക് ഒന്നും ഇല്ലാതെ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇത്ര വർഷമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റി. എത്ര പേർക്ക് പറ്റുന്നുണ്ട്? കള്ളത്തരം കാണിച്ച് പല ആൾക്കാരായിട്ടും പല പരിപാടിയും ചെയ്ത് ജീവിക്കുന്ന കുറേ പേരുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങളുടെ കാര്യം സ്വന്തം തുറന്നു പറഞ്ഞ് ജീവിച്ചാണ് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, സമൂഹത്തിന് മുമ്പിൽ തെറ്റ്. അത്രേ ഉള്ളൂ. അങ്ങനെ പറയണ്ടായിരുന്നു, പുറത്തേക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു നല്ല രീതിയിൽ ജീവിക്കാമായിരുന്നു എന്നുള്ള രീതിയിൽ. എനിക്കത് എപ്പോൾ തോന്നിയെന്ന് അറിയോ, മനുഷ്യട്ട ഇല്ലാതായപ്പോൾ എനിക്ക് തോന്നി. കാരണം അതുവരെ എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ലായിരുന്നു. മനുഷ്യൻ ഇല്ലാതായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒറ്റപ്പെട്ട് പോയപ്പോൾ എനിക്ക് തോന്നി മേ ബി ഇത് പറയണ്ടായിരുന്നുള്ളൊരു കാര്യം. പക്ഷേ നമുക്കത് പറഞ്ഞല്ലേ പറ്റൂ. കാര്യം നമ്മൾ എത്രയെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മൾ ഈ ഒരു ബലൂണ്ടകത്ത് നമ്മൾ നിൽക്കുകയാണ്. അത് നമുക്ക് ഒരു ഇത് പറ്റുന്നില്ല. അവിടെ നമുക്ക് വെളി വന്നല്ലേ പറ്റൂ. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി നമ്മൾ പറഞ്ഞതാണ് കാര്യം. അത് പിന്നീട് നമ്മൾ ഇങ്ങനെയൊക്കെ ആവും എന്നുള്ള കാര്യം നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ നമുക്കും കുറേ ഇതുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ തന്നെ ഒരു നോട്ടറി ഒക്കെ ചെയ്ത് വെക്കുമായിരുന്നെങ്കിൽ ഇപ്പം മനുഷ്യടം ഞാൻ തമ്മിൽ എങ്ങനെയാണെന്നുള്ളൊരു കാര്യമൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് പോസിബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലായിരുന്നു. ഉള്ള കാര്യം പറയാലോ, നമുക്ക് എന്തൊക്കെ സംഭവം ലീഗലി നമുക്ക് ചെയ്ത് വെക്കാന്നുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതാണ് നമുക്ക് പറ്റിപ്പോയ കുറേ അബദ്ധങ്ങളൊക്കെ. ഇത് കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്ന് എങ്ങനെയായിരുന്നു അവരുടെ സപ്പോർട്ട്? ഈ മരണം നടന്നിട്ടുള്ള സമയത്തും എനിക്ക് തോന്നുന്നു കമ്മ്യൂണിറ്റി പരമായിട്ടുള്ള ആൾക്കാരായിരുന്നു അവിടെ അന്ന് വന്നേക്കുന്നത്. ഫസ്റ്റ് വന്നേക്കുന്നത് എനിക്ക് തോന്നുന്നു അനന്തു വന്നു, പിന്നെ ശ്രുതിദയ, നമ്മുടെ നാദർ ചേച്ചി അല്ല നാദറ, പിന്നെ അവരെല്ലാവരും കൂടെ വന്നത്. പിന്നെ നമ്മുടെ പേര് ഞാൻ മറന്നുപോയി, ഹേരി, ഇവരെല്ലാവരും കൂടെ വന്നു. അപ്പോൾ തന്നെ പെട്ടെന്ന് ഹേരി വായിൽ വരുന്നില്ല, അതുകൊണ്ടാണോ. അപ്പോൾ ഇവരെല്ലാവരും വന്നായിരുന്നു. ഇവരെല്ലാം വന്നിട്ടാണ് പിന്നെയാണ് ആൾക്കാരെല്ലാം വിളി, പിന്നെ അൻചേച്ചി, ഷാൻചേട്ടായി, അതായത് നമ്മുടെ ഫാമിലി ഇവിടെ ബാക്കിലെ അപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ. അപ്പോൾ അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ പിന്നെ ചാരു ശരത്ത് ഇവരെല്ലാവരും വന്നിട്ടുണ്ട്. ഇവർ വന്നതിന് ശേഷമാണ് ഒന്ന് മൂവ്മെന്റ് നടന്നത്. കാരണം വെച്ചാൽ ഞാൻ പറയട്ടെ, നമ്മുടെ ആ ഒരു സിറ്റുവേഷനിൽ നമുക്കറിയാം, ഞാൻ ആശ്രമം മേടിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് മനുഷ്യനെ അവിടെ എത്തിക്കുന്നത്. മെഡിക്കൽ കോളേജ് ചെന്നതിന് ശേഷം അവിടെ മറ്റേ ജൂനിയർ ഡോക്ടേഴ്സ് അല്ലേ ഉള്ളൂ. അപ്പം അന്ന് എന്താ നടക്കുന്ന സംഭവം എന്നുള്ള കാര്യം തന്നെ. അപ്പം എന്നോട് അവിടെ നിന്ന് പറഞ്ഞു, നമുക്ക് തൊട്ടടുത്ത് വേറെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ പറ്റും എന്ന് പറഞ്ഞ് നേരെ ആശ്രയിലേക്ക് കൊണ്ടുവന്നു. അവിടെ ചെന്നതിന് ശേഷമാണ് ഇങ്ങനെ പറയുന്നത്, നമുക്കൊരു 3 മണിക്കൂറിന് ശേഷം നമുക്ക് ഇനി ചെയ്യാൻ പറ്റില്ല, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, കോമയിലായിരിക്കും, അപ്പോൾ ചെയ്യാം. പിന്നീട് അവരാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു തുടങ്ങി. അപ്പോൾ ആൾക്കാർ വന്നു, ഓൾറെഡി കമ്മ്യൂണിറ്റിപരമുള്ള കുറേ ആൾക്കാർ വന്നു. പിന്നെ അവർ തീരുമാനിക്കാൻ തുടങ്ങി, മനുഷ്യൻ്റെ വീട്ടുകാരെ വിളിക്കാൻ തുടങ്ങി. അവർ ഓൾറെഡി വന്നതും കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ കുറേ ഇഷ്യൂസ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവം നമ്പരം നിശ്ചയിക്കുന്ന സമയം മാത്രമേ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ. മനുചേട്ടന്റെ വീട്ടുകാര് ആദ്യം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ? അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മനുചേട്ടന്റെ ചേട്ടനായ്മ ഈ കാര്യം എൻ്റെ അമ്മയോടും മനുഷ്യന്റെ ചേട്ടനോടാണ് ഈ കാര്യം പറയുന്നത് ആദ്യമേ. അവര് ഓൾറെഡി അക്സെപ്റ്റഡ് ആയിരുന്നു. മനുഷ്യന്റെ ചേട്ടനാണ് മനുഷ്യന്റെ വീട്ടിലെ അച്ഛനോടും അമ്മയോടും ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നത്. മനുഷ്യന്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും മറ്റു ചേട്ടന്മാർക്കും മറ്റുള്ള അതായത് ബാക്കി ചേട്ടന്മാർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. മനുഷ്യന്റെ ചേട്ടനും അറിയായിരുന്നു, പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അച്ഛനും അമ്മയ്ക്കൊക്കെ അറിയായിരുന്നു ഈ കാര്യങ്ങൾ. അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്, അല്ലാതല്ല. പിന്നെ ആ സമയത്ത് അവർക്ക് വീട്ടുകാർക്ക് കുറച്ച് ഇതുണ്ട്. അന്ന് ഞങ്ങളെല്ലാവരും കോൺടാക്ട് ചെയ്ത് അവർക്ക് ഒരു വിചാരം ഉണ്ടായിരുന്നു, ഇത് ജബിൻചാൻ എന്തെങ്കിലും ചെയ്തതായിരിക്കും. ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. അവരെല്ലാവരും അങ്ങനെ തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ഞാൻ അത് അങ്ങനെയാണ് വെളിയിലേക്ക് വന്നത്, മനസ്സിലായില്ലേ? വെളിയിലേക്ക് വന്നതിന്റെ പ്രശ്നം അതായിരുന്നു പറ്റിപ്പോയി. എനിക്ക് ഇപ്പോഴും എൻ്റെ പേഴ്സണൽ ഒരു ആഗ്രഹം വെച്ചാൽ എനിക്ക് അവരുടെ അടുത്ത് പോയി ഒറ്റ ദിവസമായി ആ വീട്ടിലൊന്ന് ജീവിക്കണമെന്നൊരു ഒരു ദിവസം മതി, കൂടുതലൊന്നും വേണ്ട, ആഗ്രഹമൊന്നുമില്ല. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് ഞാൻ മരിക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും. അതെൻ്റെ ഒരു വലിയൊരു ആഗ്രഹം കേട്ടോ. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ആഗ്രഹമാണല്ലോ. ആ ഒരു ആഗ്രഹമുള്ളൂ എനിക്ക്. എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമാണ്. മനുചേട്ടനുണ്ട് കൂടെ എന്നുള്ളത് നമ്മൾ ഇങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ, അത് ആ കിട്ടുന്ന ഒരു സപ്പോർട്ട് ഒരു വേറെ ലെവലിൽ ഒരു സപ്പോർട്ടാണ്. എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട് ആളെടുത്തിട്ടുണ്ട്? ഇഷ്ടംപോലെ പ്രാവശ്യം. ഇവിടെ വെച്ച് മാത്രമല്ല, ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലായിരുന്നു. ഞങ്ങൾ ഭർത്താനത്തായിരുന്നല്ലോ, നമ്മുടെ കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ അവിടെ തന്നെ ആയിരുന്നല്ലോ. അപ്പം ഞാൻ അവിടെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഒറ്റയ്ക്കായിരുന്നു കുറച്ച് നാൾ താമസിച്ചിട്ടുള്ളത്. അറിയാം, റബ്ബർത്തോടെ നടുക്കൊരു ഒറ്റ വീട്. അപ്പോൾ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന വെച്ചാൽ നമുക്ക് പല ടെൻഡൻസി വരും. മീൻസ് അറിയാലോ ഏതൊക്കെ ലെവലുള്ള. പക്ഷെ എന്നെ അങ്ങോട്ടൊന്നും കൊണ്ടുപോയിട്ടില്ല. പിന്നെ മനുഷ്യട്ടൻ്റെ ആണ്ട് വന്നതിൻ്റെ ആ ദിവസം ഞാൻ വീട്ടിലായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ ഒരു ഓർഫനേജിൽ ഫുഡൊക്കെ കൊടുക്കാൻ, അല്ല അമ്മച്ചിമാരൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് ഓൾഡ് ഏജ് ഹോമിൽ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയി. അവിടെ പോയിരിക്കുന്ന സമയത്താണ് അന്ന് തലേദിവസം വൈകിട്ട് മനുഷ്യട്ടായി നമ്മുടെ അടുത്ത് വന്നു. എനിക്ക് അത്രയും, ഞാൻ മാത്രം അവിടെ അപ്പാർട്ട്മെൻറ്റുള്ളൂ, വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അത് വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ. ഞാൻ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു വേണ്ട, മോനെ ഇങ്ങോട്ട് കയറി പോര്, മണ്ടേ നമുക്ക് കസിൻ്റെ വീടുണ്ട്, കയറി പോരെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ മനുഷ്യട്ടൻ പറഞ്ഞു, മനുഷ്യട്ടാ നീ വരുവാണെങ്കിൽ നേരിട്ട് വാ. കാര്യം വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല. അതായത് നമ്മൾ ക്ലോസ് ചെയ്തിട്ടേക്കുന്ന ടാപ്പ് ഓട്ടോമാറ്റിക്കലി തുറക്കുക. നമ്മൾ കിടക്കുന്ന അറ്റാച്ച്ഡ് ബാത്റൂമാണ്, അപ്പോൾ തുറക്കുക. അതുപോലെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി.
സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു കേട്ടോ, ഉള്ള കാര്യം എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ മഞ്ചേട്ടാ പറഞ്ഞു, മഞ്ചേട്ടാ നീ വരുവാണെങ്കിൽ നേരിട്ട് ഇങ്ങ് വരിക, അല്ല പേടിപ്പിക്കാൻ വേണ്ടിയാണ് വരല്ലെന്ന് പറഞ്ഞു. അപ്പം അത് പേടിപ്പിച്ചില്ല, പുള്ളി അവിടെ വന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ അറിയിക്കാൻ വേണ്ടിയുള്ള സംഭവമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മറ്റേ ഫുഡ് വെക്കുമല്ലോ, മറ്റേ ഈ മരിച്ച ദിവസങ്ങൾ, എന്നാൽ പപ്പായും ഞാനും വെല്ലുമിച്ചും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അന്നും മനുഷ്യൻ്റെ സാന്നിധ്യം അവർക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തതാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പപ്പ അമ്മ വെല്ലുമിച്ചൊക്കെ ഉണ്ട്, അവരോട് ചോദിച്ചാൽ മതി, അപ്പൊ അവർക്കറിയാം. എങ്ങനെ ഫീൽ ചെയ്തു മീൻസ് അതായത് നമ്മൾക്ക് ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ അടുത്ത് ഒരാളും കൂടി ഇരിക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് ഉണ്ടായി. പപ്പായ അമ്മച്ചി ഞങ്ങൾ എല്ലാവരും ഒരുപോലെ നമുക്കത് പറയാൻ വേണ്ടി പറ്റുമെന്നുണ്ടെങ്കിൽ അറിയാം ആ ഒരു ഫീലിങ്സ് എന്നാന്നുള്ള കാര്യം. അപ്പൊ പറഞ്ഞു പുള്ളി നമ്മളെ വിട്ടിട്ട് പോയിട്ടില്ല, പുള്ളി വിട്ടിട്ട് പോകത്തുമില്ല എന്നെ വിട്ടിട്ട്, അത് 100% ഉറപ്പാണ്. ഏറെ ആൾക്കാരുടെ മുമ്പിലും വേണം പറയാം. ഇപ്പൊ കുറെ പേര് പറയുന്നുണ്ട് നെഗറ്റീവ്, ഒരു പെർട്ടിക്കുലർ ഒരു പേഴ്സൺ എന്നും വന്നിട്ട് കമന്റിൽ ഇടുന്ന ഒരാളാണ്, നീ അവൻ തള്ളിയിട്ട് കൊന്നില്ലേ എന്ന്. അപ്പോൾ അങ്ങനെ തള്ളിയിട്ട് കൊന്നാണെങ്കിൽ മനുഷ്യട്ടെ ഒരിക്കലും ഇപ്പോൾ ഈ സ്റ്റിൽ ഞാൻ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കത്തില്ല, മനുഷ്യൻ എന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് കൊന്നൂടെ? അങ്ങനെ പോലും ചിന്തിക്കാനുള്ള ഒരു സംഭവമില്ലാത്ത പൊട്ടന്മാരെയല്ലോ അത് ജീവിക്കുന്നത്. അപ്പം ഞാൻ ഈ കാര്യമൊന്നും വലിയ കാര്യമാക്കത്തില്ല. കാരണം മനുഷ്യൻ എപ്പോഴും എല്ലാ നിമിഷവും ഓൾറെഡി ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നുള്ള ഒരു വിശ്വാസത്തോടെ തന്നെ ആയിരിക്കുന്നത്. എനിക്ക് അത്രയും സന്തോഷമാണ് പുള്ളി ഉള്ളത്. അതിൽ നിന്ന് വിട്ടുമാറി പോയിട്ടില്ല, അതെനിക്ക് വിട്ടുമാറി പോകത്തുമില്ലെന്നാണ് എൻ്റെ വിശ്വാസം ലൈഫ് ലോങ് വരെ. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായിട്ടോ, ഇപ്പോൾ എന്നോട് പള്ളിയിലച്ഛനാകുമ്പോൾ വരുന്നോന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ 10th കഴിഞ്ഞപ്പോൾ എനിക്ക് പോകാമായിരുന്നു. അപ്പോൾ അങ്ങനെ പോകാൻ എനിക്ക് താല്പര്യമില്ല. മേ ബി അങ്ങനെയുള്ള ആൾക്കാർക്ക് പള്ളിയച്ഛനാകാൻ വേണ്ടി പോകാൻ വേണ്ടി പറ്റും. സ്റ്റിൽ ഇതൊരു ലീഗലൈസ് ചെയ്തേക്കുന്ന ഒരു മാരേജ് അല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്, ദൈവത്തിനോട് ഞാൻ നല്ല വിശ്വാസമാണ് ഇങ്ങനെ. പക്ഷേ ഈശോയുടെ തിരുശരീരം തിരക്തം കയ്യിലെടുക്കുന്ന ഒരു വിശുദ്ധനായിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും ഇങ്ങനെ ഇത് കാര്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പണ്ടേക്ക് കൊണ്ടേ പോയാനെ. ഇപ്പൊ കമന്റ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ DM-ൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ടാവും. ഇത് ഒരു ബുള്ളിങ് എന്നുള്ള രീതിയിലല്ല, അവരുടെ അഭിപ്രായം എന്തെങ്കിലും പറയുന്നതാണ്. അതിനെ നമുക്കിപ്പോൾ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ചേട്ടനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ഇപ്പോഴും ഇങ്ങനെ കമന്റുകൾ ഇടുമ്പോഴേക്കും അത് ഇഗ്നോർ ചെയ്യാനുള്ള മനസ്സ് ഇപ്പൊ സ്ട്രോങ് ആയി. കാരണം ഇപ്പൊ ഞാനൊന്നും എനിക്ക് ബാധിക്കുന്നില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം ചെയ്യുന്നു പറയുമ്പോൾ തന്നെ എനിക്കത് ആദ്യമൊക്കെ ഭയങ്കര ഇതായിരുന്നു. ഇപ്പം നമ്മളെല്ലാവരും അല്ല, ഞാൻ ഇപ്പോൾ ഒരു രൂപ ഞാൻ എടുത്താൽ 1000 രൂപ ഞാൻ എൻ്റെ അമ്മയുടെ ഇതിൽ നിന്ന് അടിച്ചു മാറ്റി, ഞാനത് അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാനത് അക്സെപ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ തിരിച്ച് റേസ് ചെയ്യും. അങ്ങനെ ആയിരുന്നു ആദ്യമേ. പക്ഷേ അങ്ങനെ റേസ് ചെയ്തിട്ടും കാര്യമില്ലാന്ന് മനസ്സിലായതിനു ശേഷം സൈലൻ്റ് ആണ് എപ്പോഴും എല്ലാത്തിനും. എനിക്കറിയാവുന്ന കുറച്ച് നല്ല നല്ല ആൾക്കാരുണ്ട്, അവരെല്ലാവരും എനിക്ക് പറഞ്ഞു തന്നെ എന്നാണെന്നറിയാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന കുറേ പേരുണ്ടല്ലോ, ഞാനൊക്കെ സോഷ്യൽ മീഡിയ ഏറ്റവും താഴെ തട്ടി കിടക്കുന്ന ആൾക്കാരാണ്, എത്ര ഉയർന്ന ആൾക്കാരുണ്ട്, അവർക്ക് വരുന്നത് ഇതിനെക്കാട്ടും വേറെ ലെവലാണ്. അപ്പം നമുക്കിതൊന്നും ഒന്നുമല്ല, വിട്ടുകളയുക, സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഏറ്റവും നല്ല. ഇവർ പറഞ്ഞ് ഇവരെ വായിൽ വെള്ളം പറ്റുമ്പോൾ അവർ നിർത്തിക്കുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുക. ഞാൻ ആ കാര്യത്തിലൊന്നും ഇപ്പം ഒരു രീതിയിലും ഇതുവഴി കേൾക്കുക, ഇതുവഴി ഇടുക. പിന്നെ ഞാനിപ്പോൾ കമൻറ്റ് നോക്കാറില്ല, മെസ്സേജ് ഒരു റിക്വസ്റ്റ് ഓപ്പൺ ചെയ്തില്ല. അതാണ് ഇപ്പോൾ ഏറ്റവും നല്ലത്. ഇത് ഈ അവസരം മുതലെടുക്കാനായിട്ട് ആൾക്കാർ വരാറുണ്ട്. ഉണ്ട്, സത്യമായിട്ടും വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ അവസരത്തിൽ ഞാൻ അങ്ങനെയുള്ള ഇപ്പോൾ ഇവിടെ അപ്പാർട്ട്മെൻറ്റിൽ ഞാൻ എൻ്റെ അനിയന് മാത്രമേ താമസിക്കുന്നുള്ളൂ. എൻ്റെ നല്ല നല്ല നോർമൽ ഫ്രണ്ട്സ് കുറേ പേര്, നോർമൽ ഞാൻ ഒരിക്കലും പറയുന്നത് ഹെറ്ററോസെക്ഷലാണ്, നമുക്ക് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ, നമുക്ക് പൊതുവേ ഉള്ളത്, അവരെ മാത്രമേ ഞാൻ ഇങ്ങോട്ട് വിളിക്കുള്ളൂ. അത് നമുക്കൊരു കംഫർട്ടാണ്, മനസ്സിലായോ? വേറെ ആൾക്കാർ വരുമ്പോൾ നമുക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. അത് നമുക്കൊരു ഭയങ്കര ഇതാണ്. എന്ന് പറഞ്ഞാൽ ഗേ ഫ്രണ്ട്സ് ഇല്ലെന്നല്ല പറഞ്ഞത്, ഉണ്ടെങ്കിലും ഞാൻ അത്രയും കംഫർട്ടായുള്ള ഇതിൽ നിർത്തുന്ന ആൾക്കാരെ മാത്രം ഫോണിൽ കൂടെ ഉള്ള ഒരു ബന്ധം അതേ ഞാൻ വെച്ചിട്ടുള്ളൂ. അതാണ് ഏറ്റവും നല്ലത്. അതാണ് നമുക്ക് ഒരാളിനെ നമ്മൾ അടുപ്പിക്കാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. ആ ഒരു സ്ഥാനത്തേക്ക് ഇനി ജെബിൻ ചേട്ടന് ഒരാളെ സങ്കല്പിക്കാൻ പറ്റില്ല. ഇല്ല, നെവർ. അങ്ങനെ ഒരു സംഭവം ഇനി ഉണ്ടാവില്ല. 100-ൽ 110% ഞാൻ പറയാം, അങ്ങനെ ഉണ്ടാവില്ല. എന്റെ മരണം വരെ ഉണ്ടാവില്ല. അതായത് നമുക്കിപ്പോ അത്രയും കൂട്ട് വേണമെന്നൊരു ആഗ്രഹിച്ച് കൂട്ട് വേണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം എന്താണെന്നറിയോ, പല വട്ടങ്ങളും ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന ഫീലിങ്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ഒരു പ്ലേസിലേക്ക് എനിക്ക് മനുഷ്യചേട്ടനെ അല്ലാതെ വേറെ ആളെ എനിക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റണില്ല. ബിക്കോസ് അത് മറ്റൊന്നും കണ്ടല്ല, എനിക്ക് പുള്ളി തന്നേക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, പുള്ളീനെ ഞാൻ കണ്ടേക്കുന്നത് വെച്ചാൽ എൻ്റെ പപ്പ, എൻ്റെ മമ്മ, അല്ലെങ്കിൽ അങ്ങനെ എല്ലാ ഒരു ലെവലിലുമാണ് കണ്ടേക്കുന്നത്. അല്ലാതെ ഒരു പുള്ളി എന്നെ അങ്ങനെ കെയർ ചെയ്തേക്കുന്നത്, മനസ്സിലായോ? കൊച്ചിലെ തൊട്ട് ഞാൻ പുള്ളിയുടെ ഇതായിട്ട് നിന്നേക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള സംഭവങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ഇനി വരുന്നൊരു വ്യക്തി ആകില്ല, ആകാൻ ശ്രമിച്ചാലും അത് വേണ്ട. എനിക്ക് അതാണ് സംഭവം. സഹതാപത്തിന്റെ പുറത്തൊക്കെ ആയിരിക്കുമല്ലോ ആൾക്കാർ. മേ ബി കുറെ പേര് അങ്ങനെ വരുന്നുണ്ട്. എനിക്ക് അതിനോട് താല്പര്യമില്ല. സഹതാപം വേണം, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ഇപ്പം എനിക്ക് ഒത്തിരി പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മോനെ എടുക്കുക, സുഖമാണോ അങ്ങനെയൊക്കെ ചോദിച്ചു തന്നെ കുറേ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ മോൻ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെ വല്ല ഹെൽപ്പ് ചെയ്യണോ? പക്ഷേ ആ ഒരു ഇത് വന്നതിന് ശേഷം പിന്നെ വരുന്ന ചാറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് അറിയാം. അപ്പം ഞാൻ അങ്ങനെയുള്ള ചാറ്റുകളോ സംഭവങ്ങളോ ഒന്നും ഇപ്പം അല്ല കേട്ടോ, കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു ഞാൻ ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നത്.
എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകളായിട്ട് ഞാൻ മേ ബി ഒരു 1 year ഒക്കെ ആയിട്ട് ഞാൻ മെസ്സേജ് ഒന്നും ഓപ്പൺ ചെയ്യാറില്ല. എനിക്ക് സ്റ്റിൽ എലൈവ് ഉള്ള ആൾക്കാരുള്ള മെസ്സേജ് ഇപ്പോഴും പറയാം. നമുക്ക് എന്നും ഇപ്പോഴൊരു 10-30 പേര് എന്നും രാവിലെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് അവർക്ക് നമ്മൾ അയച്ചില്ലെങ്കിൽ അവർക്കൊരു തിരിച്ചൊരു ബുദ്ധിമുട്ടാണ്. ഒന്ന് നീ സുഖമായിട്ട് ഇരിക്കുന്നോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അല്ലെ, കുറേ അമ്മച്ചിമാരാണ്, അമ്മമാരാണത്. ആ അമ്മമാർ സ്നേഹം എന്നാന്ന് പറയും. അതൊക്കെ ഭയങ്കര ഒരു വലിയ സംഭവമാണ്. കാര്യം എൻ്റെ അമ്മേനെ പോലെയാണ് മറ്റു അമ്മമാരെല്ലാം. പിന്നെ അതുപോലെ എനിക്ക് കുറച്ച് സംഭവമുണ്ട്. അവരുടെ മക്കളും കുറേ പേര്, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ആൻറ്റി എനിക്കൊരു മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. അവരുടെ മോൻ അങ്ങനെയാണ്, ബട്ട് അവർക്കൊരു ഇത് പറ്റുന്നില്ല. അപ്പോൾ മോൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പം പറയും ഇതുപോലെ കുറേ അമ്മമാർ വേദനിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ എല്ലാ ആൾക്കാരും ഒരുപോലെ അല്ല. എല്ലാ മീൻസ് പല രീതിയിൽ ചിന്തിക്കുന്ന അമ്മമാരുണ്ട്, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന അമ്മമാരുണ്ട്. അമ്മമാർ മാത്രമല്ല, ഒത്തിരി അല്ലാതെ പപ്പമാരും അല്ല, എല്ലാ ആൾക്കാരും ഉണ്ട് അങ്ങനെ. അപ്പോൾ അവരിലെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു ഭാഗ്യം കേട്ടോ. എൻ്റെ ഫാമിലീസ് അവരുള്ളവരാണ് സ്റ്റിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. ഈ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴേക്കും ഇത് നമുക്ക് ഒന്ന് മനസ്സ് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത് മുതലെടുക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ? എന്നോട് മനുഷ്യടെ പറഞ്ഞൊരു കാര്യം എന്നാണെന്നറിയോ, എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നീ എന്തിനാണ് ഈ ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ഞാൻ എല്ലാ കാര്യം ഓപ്പായിട്ട് സംസാരിക്കും. എൻ്റെ ഒരു പ്രശ്നം അതാണ്. കാരണം അത് കളത്തരല്ല, ഞാൻ ഇഷ്ടംപോലെ കളത്തരം ചെയ്തിട്ടുണ്ട്, ഉള്ള കാര്യം പറയാലോ, ഓപ്പായിട്ട് പറയാം. ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റായി പോകും. പക്ഷെ എനിക്ക് ഇങ്ങനെ മനസ്സിരിക്കത്തില്ല, എല്ലാ കാര്യം ഞാൻ വെട്ടി തുറന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ അതിപ്പോൾ ദേഷ്യം വന്നാൽ ഞാൻ പ്രകടിപ്പിക്കും, അല്ലാതെ എനിക്കിപ്പോൾ ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി അറിയില്ല. സ്ട്രെയിറ്റ് എന്താ പറയണ്ടത്, ഞാൻ അത്ര ഇതാണ്, സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ദേഷ്യം വന്നാൽ കരച്ചിൽ വന്നാൽ ഞാൻ കരയും, ചിരിക്കേണ്ടതാണ് ചിരിക്കും. അങ്ങനൊരു ഇതായത് കാരണം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ എപ്പോഴും എല്ലാവരോടും ഇങ്ങനെ ഓപ്പൺ അപ്പ് ആകില്ലെന്ന്. ഓപ്പൺ അപ്പ് ആയ രീതിയിൽ എനിക്ക് പറ്റിപ്പോയുള്ള കുറേ അപ്പെന്ന് വെച്ചാൽ, എനിക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരെ ഞാൻ കുറച്ച് പേരെ കട്ട് ചെയ്തു. അവർ നല്ല അത്യാവശ്യം സോഷ്യൽ മീഡിയ ഒക്കെ നല്ല രീതിയിൽ നിൽക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ആയിരുന്നു, അവരെല്ലാം ഞാൻ കട്ട് ചെയ്യേണ്ടി വന്നു. പിന്നെ അത് എനിക്കൊരു ഇതായിട്ട് തോന്നി കേട്ടോ, ഞാനിതൊന്നും പറയണ്ടായിരുന്നുള്ളൊരു കാര്യം. അത് വെച്ചിട്ട് വേറെ പല സംഭവങ്ങളൊക്കെ ഇറങ്ങിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു സംഭവം നിർത്തി. ഇപ്പം ഞാൻ ഓപ്പൺ അപ്പ് ആവും, എങ്കിലും എനിക്ക് ചെറിയ രീതിയിൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന രീതിയിൽ. പിന്നെ എൻ്റെ ഫാമിലിയിൽ എനിക്ക് എല്ലാ കാര്യം തുറന്നു പറയാം, എൻ്റെ അമ്മയോട് എല്ലാ കാര്യം പറയാൻ പറ്റും. പിന്നെ എനിക്ക് വേറെ ആരോട് പറയേണ്ട ആവശ്യമില്ല. എൻ്റെ അമ്മയോടും അല്ല മനുഷ്യനോടായിരുന്നു ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ മാത്രം മതി, എൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഒരു ഗേ കപ്പിൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു കപ്പിൾ ആ ഒരു രീതിയിലേക്ക് ആവുന്നത് ഇതൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് വരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ അന്നേരം പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ ഇല്ലാതെ ഇപ്പൊ എല്ലാവരും നോർമലൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വരുന്നുണ്ട്. പക്ഷെ അന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സോനു ചേട്ടനും നികേഷും നികേഷ് ചേട്ടനൊക്കെ ഉള്ള ആ ഒരു സമയത്തൊക്കെ അത് അത്രയും ഇൻസ്റ്റാഗ്രാം അത്രയും ഒരു ഇതായിട്ടില്ല. അപ്പൊ അവരുടെ സർവൈവലിന്റെ ഭാഗമായിട്ടാണെന്നുള്ള രീതിയിലേക്കൊക്കെ അതങ്ങ് പോയി. പിന്നെ ആളുകൾ അതിനകത്ത് ക്രിറ്റിസിസം അധികം ചെയ്യുന്നില്ല. പക്ഷെ മനുചേട്ടനും ജെബിചേട്ടനും അന്ന് ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കുന്ന സമയം. അപ്പോ ഓൾറെഡി ആളുകൾക്ക് തോന്നിയ രീതിയിൽ അവർ കമന്റും കാര്യങ്ങളും ഒക്കെ ഇടും. അപ്പൊ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ അത് അനുഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് തോന്നുന്നുണ്ടോ? ആ, ഉറപ്പായിട്ടും. എനിക്ക് തന്നെ നിവേദ് റഹീമും അന്ന സമയത്തും ഇതുപോലെ തന്നെയായിരുന്നു. പക്ഷെ കോവിഡ് ടൈം കഴിഞ്ഞതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു അവരുടെ ഒരു മാരേജ് ആ ഒരു ടൈമിലായിരുന്നു. പക്ഷെ അപ്പോൾ ഒന്നും നമ്മൾ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല, നമ്മളിങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം ഞങ്ങൾ അപ്പോഴും മനസ്സിൽ വെച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര ഇതിൽ സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, മെയിൻലി ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അതിനകത്ത് വലിയ ആക്റ്റീവ് ഒന്നുമല്ല. നമുക്കറിയാലോ, നമുക്ക് ആകെ എനിക്ക് തോന്നുന്നു ഒരു 15 ഫോളോവേഴ്സ് 16 ഫോളോവേഴ്സ് എങ്ങനെയുള്ള സംഭവത്തിലാണ് നമ്മൾ ഈ സംഭവം ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു നമ്മൾ അന്ന് വീഡിയോ ഞങ്ങളായിട്ട് എഡിറ്റ് ചെയ്തിട്ടേക്കുന്നതല്ല, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാകും, നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ നമുക്കിത് പോസ്റ്റ് ചെയ്യാം, എങ്ങനെ ഉണ്ടാവുന്നുള്ള കാര്യം നമുക്ക് നോക്കാം എന്നുള്ള കാര്യം പറഞ്ഞ് ഞങ്ങൾ പുതിയതായിട്ടൊരു ഐ ഡി തുടങ്ങി. മനോജ് ജെബി എന്നുള്ള പേര് എൻ്റെ പേരിലായിരുന്നു എനിക്കുണ്ടായിരുന്ന ഒരു ഐ ഡി. മനോജ് ജെബി എന്ന ഐ ഡി തുടങ്ങി അതിനകത്താണ് പുതിയതായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അന്ന് വന്നപ്പോഴത്തേന് എല്ലാ ആൾക്കാരും ഉദ്ദേശിച്ചത് ഇതൊരു ഷോർട്ട് ഫിലിമിന്റെ അങ്ങനെയാണ് എന്നുള്ള ലെവലാണ് എല്ലാ ആൾക്കാരും ചിന്തിച്ചേക്കുന്നത്. അല്ലാതെ വെളിയിലേക്ക് ഇത് കപ്പിൾസ് ആണെന്നുള്ളത് കാരണം ഞങ്ങൾ അറിയിക്കാൻ താല്പര്യമില്ലായിരുന്നു. നമുക്ക് സോഷ്യൽ മീഡിയ ഫേമിന് വേണ്ടിയായിരുന്നു ഞങ്ങൾക്കിത് വലിയ ഗ്രാൻഡ് ആയിട്ട്, അതായത് നമുക്കൊരു ഇപ്പൊ നിവേദ് അല്ലെ അവർ നടത്തിയപ്പോൾ നമുക്ക് വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്ത് നമുക്ക് വേണം ആഘോഷിക്കാറുള്ളത്. ഇപ്പോഴും സ്റ്റിൽ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഞങ്ങളുടെ വീഡിയോസ് അല്ലാതെ വേറെ ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല. അല്ലെ ഞാൻ പള്ളിയിൽ പോകുന്ന വീഡിയോസോ അങ്ങനെയുള്ള കാര്യങ്ങളെ പോസ്റ്റ് ചെയ്യാറുള്ളൂ. അത് എൻ്റെ സന്തോഷങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം വഴി ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഗേ കപ്പിൾസ് എന്ന നിലയിൽ വന്നേക്കുന്നത് ഞങ്ങൾക്കായിരിക്കും. പിന്നെ ഒരു നെഗറ്റീവ് ഇത് വന്നേക്കുന്നത് എനിക്ക് തോന്നുന്നത് രേണു ചേച്ചിക്കായിരിക്കും. അതായത് ഈ സെയിം അവസ്ഥ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. കാരണം എന്താന്ന് വെച്ചാൽ കൂടെയുള്ള ആള് തന്റെ പാർട്ട്ണർ പോയതിന്റെ പേരിൽ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കണം എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. അതനുസരിച്ച് നമുക്ക് എല്ലാ ദിവസവും കരഞ്ഞോണ്ടിരിക്കാൻ പറ്റും. നമ്മൾ നോർമലൈസ് ആയി നമുക്ക് നമ്മളുടെ വഴി നമ്മൾ നോക്കണം, സർവൈവ് ചെയ്യാനുള്ള വഴി നോക്കണം. ഇതൊക്കെ
ഏകദേശം സെയിം ആണെന്ന് തോന്നിയിട്ടുണ്ട്? രേണു ചേച്ചി ഞങ്ങൾ പേഴ്സണലി കോൺടാക്ട് ഉണ്ടോ അപ്പൊ നമുക്കറിയാം. ഞാൻ പറഞ്ഞത് രേണു ചേച്ചിയാണ് കുറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞത്. നീ ഇതൊക്കെ വിട്ട് കളഞ്ഞൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാര്യം പുള്ളിക്കാരി പുള്ളിക്കാരി ഒരു പെണ്ണാണ് കേട്ടോ. അപ്പൊ പെൺകുട്ടികളൊരു ഇവിടെ സർവേ ചെയ്യുമ്പോൾ തന്നെ അറിയാലോ എത്രമാത്രം ബുദ്ധിമുട്ടാന്നുള്ളൊരു കാര്യം. നമുക്ക് പിന്നെ അത്രയും ഒരു ബുദ്ധിമുട്ട് ബേസിക്കലി വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ പുള്ളിക്കാരി എന്നൊക്കെ പറഞ്ഞാൽ അതിജീവതയാണ് കേട്ടോ. നമ്മൾ പല കാര്യങ്ങളും പറയത്തില്ല, ഇപ്പൊ സ്ട്രോങ് വുമൺ എന്നൊക്കെ പറയുന്നത്. സത്യമായിട്ടും ചേച്ചീനെയൊക്കെ ഞാൻ എന്താ പറയണ്ടേ, സത്യം പറഞ്ഞാൽ ഇത് ചെയ്യുന്നു. കാര്യം പുള്ളിക്കാരി വന്ന ലെവൽ വേറെ ലെവലായി. എന്തൊക്കെ സംഭവങ്ങൾ ഇത് ചെയ്തു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതേ സെയിം അവസ്ഥ തന്നെയാണ് ഞാനും ഓപ്പോസിറ്റ് സൈഡിൽ അനുഭവിക്കുന്നത്. പക്ഷെ എന്ന് പറഞ്ഞാലും ചേച്ചിയുടെ അത്ര ഒരു ഇത് എനിക്ക് വന്നിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ പേഴ്സണലി. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്, നമ്മുടെ സമൂഹമാണടാ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു ഇതുണ്ട്, അവിടെ പല ആൾക്കാരുണ്ട്. ഇപ്പോൾ എന്താ നല്ലതെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, മോശം ചിലപ്പോൾ അമ്മേനെ തല്ലേനെ 2 പക്ഷമല്ലേ, അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നീ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞേക്കും എന്ന് പറഞ്ഞു എന്നോട് അങ്ങനെ പറഞ്ഞു തന്നേക്കുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് ഇപ്പം അങ്ങനെയൊക്കെയാണ് ജീവിച്ചു. കുറച്ച് പേര് നല്ല ആൾക്കാരായിട്ടുള്ള കോൺടാക്ട് ഉണ്ട്. അപ്പം അവർ നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തരും. ഇപ്പം ഫിലിം ഫീൽഡിൽ നിൽക്കുന്ന കുറേ പേരായിട്ട് നല്ല ആക്ട്രസ് ആയിട്ടൊക്കെ നല്ല കോൺടാക്ട് വന്നിട്ടുണ്ട്. അവർക്ക് എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പുതിയൊരു വർഷമാണ് വരുന്നത്, അതിലേക്ക് നല്ലൊരു സംഭവമായിട്ടൊക്കെ വരണമെന്നുള്ളൊരു കാര്യത്തിൽ നിൽക്കുന്നു. അതിൻ്റെ കുറച്ച് പണിപ്പുറയിലൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന ഒരു പുതിയ വർഷം തമ്പുരാൻ ആയുസ്സും ആരോഗ്യമൊക്കെ തരുന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യത്തിലോടൊക്കെ കൂടി തന്നെ മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഒരു ഒറ്റപ്പെടൽ എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നതിന് ശേഷം ഇപ്പം സെലിബ്രിറ്റീസ് അങ്ങനെ കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടാവുമല്ലോ, അതിനകത്ത് പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര മനസ്സിൽ തട്ടിയിട്ടുള്ള കമന്റ്സുകളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ അങ്ങനൊക്കെ പറയുകയാണെ അനുശ്രീ ഇല്ലേ, അനുശ്രീ. അപ്പോൾ ഞാൻ ചേച്ചിക്ക് ഇപ്പോൾ അല്ല പണ്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി മെസ്സേജ് കാണുന്നത് പിന്നെ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് കണ്ടേക്കുന്നത്. അപ്പോൾ മനുഷ്യനെ മരിക്കുന്നതിന് മുമ്പൊക്കെ ഇട്ടേക്കുന്ന മെസ്സേജ് കേട്ടോ. എനിക്ക് അത് അപ്പം തോന്നുന്നു. ചേച്ചി എനിക്ക് മെസ്സേജ് ഇട്ടു, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് കേട്ടോ, ഒരു വോയിസ് മെസ്സേജ് ഇട്ടാ 2-3 വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എനിക്ക് അതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു ചേച്ചി പറഞ്ഞത്. പുള്ളിക്കാരൻ നമ്മൾ കാണുന്ന ഒത്തിരി ആഗ്രഹിച്ചുള്ളൊരു വ്യക്തിയാണ് ചേച്ചി. എനിക്ക് പറഞ്ഞാൽ ഭയങ്കരമായിട്ട്. പിന്നെ ഇപ്പൊ രേണു ചേച്ചി ആയാലും അല്ല ഒത്തിരി പേരുണ്ട്. പേര് പറയണേ എത്ര പേരുടെ ഒക്കെ പേര് പറയും എനിക്കറിയില്ല, ആരൊക്കെ പേര് പറയണത്. കുറേ പേരുണ്ട് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന കുറേ പേര് നമുക്ക് മെസ്സേജ് ഉണ്ട്. പിന്നെ സീരിയൽ ആക്ടർ ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, അപ്പൊ അവർക്ക് നമുക്ക് മെസ്സേജ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ തന്നെ എനിക്കും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പൊ അത് മതി. അപ്പൊ നമ്മളെ കണ്ടാലും മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യമല്ലേ. അപ്പൊ അത് മതി, വേറെ ഒന്നും വേണ്ട. ഇപ്പൊ ഇനിയിപ്പോ എന്തൊക്കെയാണ് പ്ലാൻസും കാര്യങ്ങളും ഒക്കെ? ഇനിയിപ്പോ വീട് അത് ഞാൻ ചോദിക്കട്ടെ, അന്ന് ഒരു 2 വർഷത്തിന് മുന്നേ വന്നിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റും ഒക്കെ ഇതും സെയിം ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ തന്നെയാ വന്നേക്കുന്നത്. എനിക്ക് ഇങ്ങോട്ട് കയറിയപ്പോഴേക്കും ഒരു ഇതായിരുന്നു. അതായത് എനിക്ക് ആ അപ്പാർട്ട്മെന്റിന്റെ അകത്തേക്ക് കയറുമ്പോ അന്ന് എനിക്ക് ഇതുപോലെ വഴി അറിയാണ്ടായപ്പോഴേക്കും മഞ്ചേട്ടൻ വന്നിട്ടാണ് എനിക്ക് ഇങ്ങനെ വഴിയൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നത്. അപ്പൊ പെട്ടെന്ന് ഈ പ്രാവശ്യം ജെവിൻചേട്ടൻ എന്റെ അടുത്തേക്ക് വന്നേ. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ഇമോഷണലി ഭയങ്കര ഒരു കണക്ട് ആയിട്ടുള്ള ഒരു ഇതാ. അപ്പൊ പെട്ടെന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്പാർട്ട്മെന്റും അതിനകത്തെ മെമ്മറീസ് ഒക്കെ, അതാ ഞാൻ നേരത്തെ ചോദിച്ചാൽ പെട്ടെന്ന് അതൊരു ഭാരമായിട്ട് ഫീൽ ചെയ്യോ, അതെങ്കിൽ ഒന്ന് ഒഴിച്ചിറക്കി വെക്കാൻ വേണ്ടിയിട്ട്? ഞാൻ എന്റെ വീട്ടിലായിരിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുള്ളൂ, ദൈവമേ വീണ്ടും എനിക്ക് അപ്പാർട്ട്മെന്റിലേക്ക് വരാൻ സാധിക്കണം എന്നൊരൊറ്റ കാര്യമാണ്. കാര്യം അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ജീവിതവും എല്ലാം തുടങ്ങിയത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു വലിയൊരു സന്തോഷമുണ്ട് എനിക്ക്. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഇതൊരു ഭാരമായിട്ട് തോന്നില്ല. എനിക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് എന്റെ ഭാരം ഇറങ്ങിപ്പോയ പോലെയാണ്. കാര്യം മനുഷ്യരുടെ ഇവിടെ ഉണ്ട്, ഇവിടെ വിട്ട് പോകാൻ പുള്ളിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വീണ്ടും വന്നത്. കാര്യം വെച്ചാൽ ഞങ്ങൾ ഇവിടെ തന്നെ വീണ്ടും കൊണ്ടുവന്നില്ലേ, എൻ്റെ ഒരു പ്രാർത്ഥന തമ്പുരാൻ കേട്ടില്ലേ. അപ്പൊ അത് മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ ഒന്നുമില്ല. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു കാര്യത്തിൽ. ഒരിക്കലും ഭാരമായിട്ട് തോന്നിയിട്ടില്ല. കാര്യം ഇവിടെ നിൽക്കുമ്പോൾ ഒരു സ്ട്രോങ് ഞാൻ വീണ്ടും എപ്പോഴും മനുഷ്യൻ എൻ്റെ കൂടെ ഉള്ള ഫീൽ എനിക്കുണ്ട്. അപ്പൊ ഒരു നെഗറ്റീവായിട്ട് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഒരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പം മേളിലേക്കൊക്കെ കയറി പോകുമ്പോഴേക്കും അവിടെ ഈ സംഭവിച്ച സ്ഥലത്തേക്കൊക്കെ പോകാനായിട്ടുള്ള ഒരു പേടി മനസ്സിലുണ്ടാവും? ഇല്ല, ഞാൻ അവിടെ ഒക്കെ പോയിരിക്കും. ഞാൻ തുണി വിരിക്കാൻ വേണ്ടി പോകുമ്പോൾ മണ്ടല് അല്ല തുണി വിരിക്കാൻ വേണ്ടി പോകുമ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞാൻ അവിടെ പോയിരിക്കും. എന്നെ വേണ്ടി ചേട്ടാ സുഖമാണോ അതൊക്കെ ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ പോകും. കാര്യം എനിക്കത് ഒരു മനുഷ്യരുടെ നമ്മളെ വിട്ടു പോയിട്ടെന്നുള്ളൊരു ഫീലിങ്സ് എനിക്ക് ഇപ്പോഴും ഇല്ല നിലവിൽ. അപ്പൊ അതുകൊണ്ട് ശരിയാണ്, ഞാൻ പറഞ്ഞില്ലേ വേറെ സ്ഥലത്താണ്. അപ്പൊ എനിക്ക് സമയം എത്തുമ്പോൾ എനിക്കും പോകാൻ പറ്റും. ആ ഒരു വിസ വരുമ്പോൾ ഞാനും പോകും, അത്രേ ഉള്ളൂ. അത് നമ്മളെല്ലാവരും പോകേണ്ട ഒരു ടൈമാണ്. അപ്പൊ നമ്മൾ പോകും, അത്രേ ഉള്ളൂ. അതിനുശേഷം പിന്നെ ഈ ഒരു ഫ്ലാറ്റ് ഒക്കെ ആയിട്ട് ഇപ്പൊ ആൾക്കാരൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ട്, അപ്പൊ അത് ഒരു കണക്കിന് പറഞ്ഞ ഒരു ആശ്വാസം. എനിക്ക് പറയുകയാണെങ്കിൽ ഇവിടെ നല്ല ആൾക്കാരെല്ലായിട്ട് നല്ല കമ്പനിയാണ്. കാര്യം വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ചുറ്റുവട്ടത്ത് തന്നെ ആൾക്കാരുണ്ടല്ലേ, എല്ലാ ആൾക്കാരും ഇപ്പൊ ഇവിടുത്തെ ഉമ്മച്ചിമാരായാലും എല്ലാ ആൾക്കാരും നല്ല കമ്പനിയാണ്. ഇവിടെ ഷോപ്പിലുള്ള കടയിലേക്കാമാരായാലും എല്ലാവരെല്ലാവരും നല്ല കമ്പനിയായിട്ട് നമ്മൾ നിൽക്കുന്നത്. അത് നമ്മൾ ഇത്രയും വർഷമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു ബന്ധങ്ങളാണ്. അല്ലാതെ
ഞാൻ പോയിട്ട് വന്നപ്പോൾ തന്നെ എവിടെ ആയിരുന്നു എന്നാ ഉണ്ട് വിശേഷമൊക്കെ നിന്നെ കാണാനില്ല, കടയിൽ ഷോപ്സിൽ വന്നപ്പോൾ തന്നെ ചോദിക്കുന്ന സംഭവം. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേന് ഇപ്പോഴും നമ്മളെ സ്റ്റിൽ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഗേ കപ്പിളാന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ലാരും. അതാണ് വലിയൊരു സന്തോഷം. ഇപ്പോഴത്തെ ഒരു ദിവസം എങ്ങനെയാ പോകുന്നത്? ഇപ്പോൾ ദിവസം രാവിലെ ചാക്കോയ്ക്ക് പോകണം. ഇപ്പോൾ ചാക്കോടെ പരിപാടിയൊക്കെ നോക്കുക. അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കും. വല്ലപ്പോഴും ഒക്കെ ഒരു വീഡിയോ ഇറങ്ങിയിടും. പിന്നെ വൈകിട്ട് എന്നും പള്ളിയിൽ പോകും. ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കണം, രാവിലെ എന്നും പള്ളിയിൽ പോകും. പിന്നെ രാവിലത്തെ കുറച്ച് പ്രാർത്ഥന പരിപാടിയൊക്കെ ഉണ്ട്. വർഷം അങ്ങനെ തള്ളി നീക്കണം. ഈ എൻഡ് വരെ അങ്ങനെ പോകണം. പുതിയ വർഷത്തേക്ക് കുറച്ച് പരിപാടിയൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് എന്തായാലും വരും. ഞാൻ ആ സമയത്ത് നിങ്ങളെല്ലാം വിളിക്കും. കുറച്ച് ആൾക്കാരെല്ലാം വിളിക്കണം ഒരു സംഭവം ചെയ്യുന്നതിന്. അത് ഞാൻ പറയാം. നമ്മൾ ഇതാക്കി വെച്ചിട്ടേ ഉള്ളൂ കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ കൂടെ ആരെങ്കിലും ഒരു ആൺകുട്ടി ആരെങ്കിലും കൂടെ വന്നു കഴിഞ്ഞാൽ പുതിയ ആളാണ് എന്നുള്ള അയ്യോ എന്റെ പൊന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ മനുഷ്യണ്ടാനെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്കായിട്ട് നമ്മൾ നല്ല കമ്പനിയാണ്. വെളിയിൽ നിന്ന് എനിക്ക് തോന്നുന്നത് വെളിയിൽ നിന്ന് ആൾക്കാരെ നമ്മളൊരു പരിചയമില്ലാത്ത ആൾക്കാർ പുതിയ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഷോപ്പിൽ പോയി. അതായത് വൈകിട്ട് ഒരു 2 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ കോഫി കുടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ മണ്ടയിൽ അത്തച്ചി ഇത്ത ഉണ്ടായിരുന്നു. ഇത്ത കൂടെ ഉണ്ട്. അപ്പൊ ഇത്ത നമ്മുടെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇട്ട് പിടിച്ചേക്കുക. നമ്മൾ കപ്പിൾസ് പിടിക്കുന്നവർ പിടിച്ച് വെച്ചേക്കുക. ഇത്ത കാഷ്വലായിട്ട് ഇങ്ങനെ പിടിച്ചാണ് കഴിക്കുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ കുറച്ച് പിള്ളേർ വന്നിട്ട് അത് എനിക്കാണ് ആകെ അള്ളി പോയപ്പോ അവരോട് അപ്പൊ ചേട്ടായി മറ്റേ ആ ചേട്ടനല്ലേ. അപ്പൊ ചേട്ടന് അപ്പൊ പുതിയ കല്യാണം കഴിച്ചു ചേച്ചീനെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നലായിരുന്നു കല്യാണം, നാളെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. ഓപ്പണായിട്ട് തന്നെ സംസാരിച്ചു. എനിക്കത് അത്രയും ദേഷ്യം കയറിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, നാളെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അത് അവരെല്ലാം ആൾക്കാരെല്ലാം ഒറ്റ ചിരി അവിടെ ഇരുന്നിട്ട്. പക്ഷെ ഈ തൊട്ട് മണ്ണത്തൊരു ഷോപ്പിലാണല്ലോ ഉണ്ടായത്. അപ്പൊ എനിക്കത് ഞാൻ ഇതായിട്ട് പറഞ്ഞതല്ല, പക്ഷെ എനിക്കപ്പോ അത്രയും ഇത് തോന്നി. കാര്യം ആൾക്കാരുടെ ചിന്താഗതി അതാണ്. ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളെ കയറി പിടിക്കുക. അത് ആണോ പെണ്ണോ എന്നൊന്നും സംഭവമൊന്നുമില്ല. അവർക്കത് മനസ്സിലാക്കാൻ വേണ്ടി ഇതുവരെ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയുള്ള ആൾക്കാർ അത് സെക്ഷലി മാത്രമേ കാണുന്നുള്ളൂ. അതായത് ഇമോഷണൽ കണക്ഷനും അതിന്റെ ഇടയിൽ ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അത് സാധാരണ കപ്പിൾസിനെ പോലെ തന്നെയാണെന്നുള്ളത് അതെനിക്ക് മനസ്സിലാക്കുന്ന റീസൺ ഈ ന്യൂനപക്ഷമല്ലേ. ഒന്നാമത്തെ കാര്യം കപ്പിൾസ് ആരും വെളിയിലേക്ക് വന്നിട്ടില്ല. 1-2 കപ്പിൾസ് അല്ല, ഒരു കപ്പിൾസ് ഇല്ല ഇപ്പൊ നിലവിലില്ല. 2 കപ്പിൾസിൽ വന്നപ്പോൾ നമ്മൾ 2 പേരും ഉള്ളൂ. എല്ലാവരും സോനു നികേഷേട്ടനെ മാത്രമാണ് നമ്മൾ ബേസിക്കലി ഒരു ഇതായിട്ട് കണ്ടേക്കുന്നത്. ഇപ്പൊ നിലവിൽ നമ്മുടെ അടുത്ത് മനുഷ്യനില്ല. അപ്പൊ അതുകൊണ്ട് പൊതുവെ എല്ലാവരും കമന്റ് ചെയ്യും കേട്ടോ. 2 കപ്പിൾസ് എന്ന് പറഞ്ഞാൽ മനു ജിബിൻ എല്ലാ ആൾക്കാരും ഓൾറെഡി ഇപ്പോഴും നല്ല കപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഞാൻ മിക്ക പോസ്റ്റിലും കണ്ടിട്ടുണ്ട്. റീൽസിലൊക്കെ സോനിച്ചേട്ടൊക്കെ വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള 2 കപ്പിൾസ് ആണ് ഇവർ 2 പേരും എന്നുള്ള കാര്യം പറഞ്ഞിട്ട് എപ്പോഴും ഇടാറാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഇമോഷണൽ എല്ലാ ആൾക്കാർക്കും ഫീലിങ്സ് ഒരുപോലെയാണ്. നിങ്ങളൊരു ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ഒരു കപ്പിൾസ് ജീവിക്കുന്ന പോലെ തന്നെയാണ് ഹോമോസെക്ഷൽ കപ്പിൾസ് ജീവിക്കുന്നത്. അങ്ങനെ ഉണ്ടല്ലോ അവരിന്ന് ഒരു 6 കൈ മുറിച്ചാൽ എന്തായിരിക്കും ഒരു ഫീൽ വരുന്നത്. ഇപ്പോൾ ചിത്രയുടെ കൈ മുറിച്ചാൽ എന്താ ഫീൽ വരുന്നത്, ആ ഫീൽ തന്നെയാണ് നമുക്കും ഉള്ളത്. അത്രേ ഉള്ളൂ, അതിൽ ഡിഫറൻസ് ഒന്നും ഇല്ല. അപ്പൊ അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി ആൾക്കാർ ശ്രമിക്കാം. ശ്രമിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാര്യം പറയാം. ശ്രമിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ആരും അവരുടെ ചെലവിലല്ല കഴിയുന്നത്. നമുക്ക് ജീവിക്കണം, നമ്മൾ തന്നെ ചെയ്യണം. അല്ലാതെ നമുക്ക് വേറെ ആരും തരത്തില്ല അല്ലേ. അങ്ങനെ ഇങ്ങനെ ആൾക്കാരുടെ ആ ഒരു തോട്ട് എപ്പം മാറുന്ന ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സെക്ഷലി കാണുന്നതില്ലേ? സെക്ഷലി കാണുന്ന എനിക്ക് മാരേജ് ലീഗലൈസ് ചെയ്യുമ്പോൾ തന്നെ ഇത് മാറിക്കോളും. ഇപ്പൊ ബേസിക്കലി ആൾക്കാർ ചിന്തിച്ച് വെച്ചിരുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ സെക്സിന് മാത്രമേ പോകാറുള്ളൂ. പക്ഷെ അങ്ങനല്ല, മറ്റുള്ള രാജ്യങ്ങളെ കൊണ്ട് ജസ്റ്റ് എടുത്ത് നോക്കുക, അപ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. പിന്നെ ഇവിടെ 1-2-3 കപ്പിൾസ് ഉള്ളതാണ് ഇവർ എല്ലാവരുടെയും വിചാരം. പക്ഷെ അങ്ങനെ അല്ല. ഇവർക്ക് ഇത്ര ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറി നോക്കുക, അപ്പോൾ അറിയാം എന്തുമാത്രം ആൾക്കാരുണ്ടെന്ന്. ഇന്ത്യയിൽ തന്നെ ഉണ്ടെന്നുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതാണ് ആൾക്കാർ ഇങ്ങനെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയാണ് പ്ലാൻസ് എന്ന് എന്തായാലും തുറന്നു പറയാനായിട്ട് കുറച്ചും കൂടെ സമയം, അതെ, കുറച്ചൊന്ന് സീക്രട്ട് ആക്കി വെക്കുകയാണ്. അത് നമ്മളൊരു പുതിയൊരു സംരംഭം ആരംഭിക്കാൻ പോവാണ്. സംരംഭത്തിന്റെ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഓൾറെഡി അതായിരുന്നു. ഇപ്പൊ ഞങ്ങളൊരു 3 പേരും കൂടെ കൂടിയിട്ടാണ് ഈ സംഭവം ഓപ്പൺ ചെയ്യുന്നത്. മാർച്ച് അല്ലെങ്കിൽ ഫെബ്രുവരി ലാസ്റ്റിലെ മാർച്ച് ഫസ്റ്റ് വീക്കോടുകൂടി തന്നെ സ്റ്റാർട്ടപ്പ് ചെയ്യും എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. അപ്പം അങ്ങനെ തന്നെ ആകട്ടെ. കാര്യം നമ്മൾ ഒരാളുടെ കീഴിൽ ജോലി ചെയ്തിട്ടുണ്ട്, നമ്മുടെ പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് ഇതായി പോകും. അപ്പം എനിക്ക് എൻ്റെതായിട്ടുള്ള കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പം വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമല്ല. എനിക്ക് ഒന്ന് ഈശോയും മാതാവൊക്കെ ജനിച്ച സ്ഥലമുണ്ടല്ലോ, അവിടെ ഒന്ന് പോകണം. പിന്നെ ഒരു കുഞ്ഞു വീട് വെക്കണം. വീട് വെച്ചാൽ അത് എനിക്ക് വേണ്ടിയല്ല കേട്ടോ, അത് ആ ഒരു പേരിലേക്ക് എഴുതി വെക്കും. വെച്ചാൽ ഇല്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. ഈ 2 ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക് സാധിച്ചു കിട്ടാൻ വേണ്ടി. ബാക്കി എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു. അതുകൊണ്ട് ഞാൻ ഇതൊന്നും സാധിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഇന്ന് മരിച്ചാലും ഹാപ്പിയാണ് ബേസിക്കലി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട് ജീവിക്കുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം മുമ്പോട്ട് ഇറങ്ങുന്നു. അവരോട് എല്ലാ കാര്യവും സപ്പോർട്ട് ചെയ്യാൻ മുമ്പോട്ടുണ്ടാവും. ഒരു മാനേജർ പോസ്റ്റിലേക്കൊക്കെ ആയിരിക്കാം മേ ബി ഞാൻ എത്തുന്നത് ചിലപ്പോൾ. അപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല എന്നാന്നുള്ളൊരു കാര്യം. എല്ലാ തമ്പുരാനിലും വിട്ടുകൊടുത്തേക്കുന്നു. അങ്ങനെ തന്നെ പോട്ടെ. എന്തായാലും അതൊക്കെ നന്നായിട്ട് വരട്ടെ. തീർച്ചയായിട്ടും അത് എൻ്റെ വലിയൊരു ആഗ്രഹമാണോ. പിന്നെ ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ തമ്പുരാന്റെ അവിടെ കയറി പോകാനും ചാൻസ് ഉണ്ടാവും. ഞാൻ മേ ബി ചിലപ്പോൾ അങ്ങനെ നോക്കും. ഇത് നടക്കാനായിട്ടാണ് എല്ലാ കാര്യങ്ങളും 100-ൽ 98% അല്ല 99%
1% നമുക്കറിയില്ല. തമ്പുരാനെ കയ്യിരിക്കുന്നതാണ് കാര്യം. അപ്പോൾ അതിലേക്ക് വിട്ടുകൊടുത്തേക്കുന്നു. എന്തായാലും എല്ലാം അടിപൊളിയായിട്ട് വരട്ടെ. തീർച്ചയായിട്ടും.